Welcome all of you. Today we shall talk about RNK selection and survivorship curve. Ecology, it's a very important topic. See, RNK selection, it is related to life history strategy. Ecology, ഇത് പ്രത്യേക ഭാഗമാണല്ലോ PSC പഠിച്ചിട്ടുണ്ട് അല്ലേ. ആദ്യമായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു പ്രത്യേക എൻവയോൺമെന്റിൽ ഫിറ്റ്നസ് ഓഫ് പോപ്പുലേഷന്റെ ഫിറ്റ്നസ് അതിന്റെ ചുറ്റുപാടില് എന്താണെന്ന് മനസ്സിലാക്കാം. To understand the adaptability of a population to a specific environment, it is necessary to know the fitness of the population. Darwinian sense ഒരു പർട്ടിക്കുലർ പോപ്പുലേഷന്റെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ആർക്കെങ്കിലും പറയാമോ? എന്താണ് ഫിറ്റ്നസ് ഓഫ് എ പോപ്പുലേഷൻ? ദാറ്റ് റിഫേഴ്സ് ടു നല്ല ഹെൽത്തി ഇൻഡിവിജ്വൽ ആയിരിക്കുക, അങ്ങനെയൊക്കെയാണോ? അതോ എന്താ? ആർക്കെങ്കിലും അറിയാമെന്നൊന്ന് പറഞ്ഞോട്ടു. അറിയാമോ? അക്കോർഡിംഗ് ടു വെരി ഗുഡ്. അതാണ് അല്ലെ. ഒരു പോപ്പുലേഷൻ, റിലേറ്റഡ് പോപ്പുലേഷൻ ഒരു പിന്നെ ഫോറസ്റ്റിലുണ്ടെന്നിരിക്കട്ടെ. ഒരു പോപ്പുലേഷന് നല്ല ഹെൽത്തി ഇൻഡിവിജ്വൽ ആണ്, മറ്റേതിൽ അത്ര ഹെൽത്തി അല്ല, എന്നാലും നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഈ അൺഹെൽത്തി പോപ്പുലേഷനിൽ ധാരാളമാണ്. എന്നാൽ ഹെൽത്തി പോപ്പുലേഷനിൽ അത്രത്തോളം പിന്നെ ഓസ്പ്രിങ് കുറവാണ്. അപ്പോൾ ഇത് ഈ ഹെൽത്തി പോപ്പുലേഷൻ ആണോ അൺഹെൽത്തി പോപ്പുലേഷനോ? ഇവിടെ ഡാർവിൻ സെൻസിൽ പിന്നെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് അത് അൺഹെൽത്തി പോപ്പുലേഷൻ. ഇപ്പൊ ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അൺഹെൽത്തി പോപ്പുലേഷൻ ആണ് പിന്നെ നല്ലത്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞ സെൻസ് മനസ്സിലായി കാണും അല്ലെ. ഹെൽത്തി ഓഫ് കോഴ്സ് ഒരു പോപ്പുലേഷൻ സംബന്ധിച്ച് ഹെൽത്തി ആയിട്ട് നല്ലത് തന്നെയാണ്. പക്ഷെ എന്നാലും ഡാർവിൻ സെൻസിൽ ഇത് ആദ്യം ആർക്കെങ്കിലും ഒന്ന് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അത് പ്ലേസ് ഇറ്റ് ഇൻ ദ മൈൻഡ്. In general, ecologists use the term fitness in a Darwinian sense, in which it is defined as the ability of a population to provide the maximum possible number of progeny for next generation. ഇനി ഞാൻ ഈ ബിഫോർ we study about the RNK selection, first of all we need to understand what is the meaning of R and K. In simple words, R means those species that are based upon R. What is R stands for? The intrinsic rate of increase. That is, those species that depends on the intrinsic rate of increase are known as R selection. എല്ലാവർക്കും അതെന്താണെന്ന് വ്യക്തമായിട്ടില്ലെങ്കിൽ ഞാനത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. അതായത് പോപ്പുലേഷൻ ഗ്രോത്തിനെ കുറിച്ചൊന്ന് നോക്കാം. എല്ലാം ഇത് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന +2 തരത്തിലുള്ള കാര്യമാണ് കേട്ടോ. അതായത് രണ്ട് രീതിയിലാണ് പോപ്പുലേഷൻ ഗ്രോത്ത് ഫോം അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്. ദ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺസ് ഓഫ് ഗ്രോത്ത് with time in a population are called a population growth form. There are two basic population growth form. They are J-shaped growth form or exponential growth form, and S-shaped growth form or logistic growth form. ഇപ്പൊ ഇവിടെ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് +2 രീതിയിലുള്ളത്. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന RNK സെലക്ഷൻ കുറച്ച് അപ്പം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു. അപ്പോൾ ഈ ബേസിൽ കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം ഇതുമായിട്ട് റിലേറ്റഡ് ആണുള്ളത് മനസ്സിലാക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഈ കൺസെപ്റ്റ് പിടിക്കും. ഇതെവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? അതായത് ഈ J-ഷേപ്ഡ് ഫോമിൽ കാണുന്നത് എന്താണ്? ഓർഗാൻസും അങ്ങ് വളരെ കുതിച്ച് എക്സ്പോണൻഷ്യൽ അങ്ങ് ഇൻക്രീസ് ചെയ്തു, ഒരു സിഗ്മോയ്ഡ് അല്ല. അപ്പൊ എന്നിട്ട് ഒരു പോപ്പുലേഷൻ ക്രാഷ്. അപൂർവം ചില ഓർഗാൻസ് നമുക്കറിയാമല്ലേ, മഴയത്ത് ചെയ്യാൻ പറ്റ വരുന്നല്ല. അപ്പൊ അതിലെല്ലാം എന്താണ് പെട്ടെന്ന് ഇങ്ങനെ കൂടുന്നുണ്ട്, എന്നിട്ട് ഒരു പോപ്പുലേഷൻ ക്രാഷ്. അപ്പൊ there are two basic population growth forms. They are J-shaped growth form or exponential growth form and S-shaped growth form or logistic growth. ഇത് ലോജിസ്റ്റിക് ആണ്, അത് കേസ് റെക്റ്റിലാണ് കാണുന്നത്. അപ്പൊ in the case of J-shaped growth form, the population
grows exponentially, and after attaining the peak value, the population may abruptly crash. Exponential growth cannot be sustained indefinitely because not only environment is ever changing, food and space are limited. For example, many insect populations show explosive increase in numbers during the rainy season, followed by their disappearance. The J-shaped growth form is represented by the following equation. The dn by dt is equal to r. ഇത് +2 ടെസ്റ്റ് ഉള്ളതാണ്. വേർ dn by dt is the rate of, ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ഇവിടെ ഈ r, ഇവിടെ r is the biotic potential അല്ലേ. അപ്പൊ the inherent ability of organism to produce maximum offspring, അതാണ് r വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോ r സെലക്ടഡ് സ്പീഷീസ് ജെ ഷേപ്ഡ് കർവാണ്, അത് മാർക്കരുത്. അപ്പോ അപ്പൊ ഇതില് ആർ സ്പീഷീസിന്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ തന്നിട്ട് അത് ജെ ഷേപ്ഡ് കർവ്. ഇനി ഇപ്പൊ ഗ്രോത്ത് ഫോം ജെ ഷേപ്ഡ് ആണ് ആറിന്. ഇനി അത് എന്ത് ജാതി ഇതാണ്, ഗ്രോത്ത് ഫോം ജെ ഷേപ്ഡ് ആണ്. പിന്നെ അതില് അല്ലെങ്കിൽ മറ്റൊരു പേരെന്താ, എക്സ്പോണൻഷ്യൽ. ഈ പേരെല്ലാം ഓർത്തിരിക്കുക, എക്സ്പോണൻഷ്യൽ. പിന്നെ ചിലപ്പോ ഈ ഫോമുല തന്നെ ചിലപ്പോ ചോദിക്കും dn by dt is equal to rn. ഇത് ഏതിനാണ്, ആർ സെലക്ടഡ് സ്പീഷീസിനാണോ ബാധകം, കെ സെലക്ടഡ്, എല്ലാം ഓർത്തിരിക്കുക. അതുകൊണ്ട് നമ്മൾ പഠിച്ച കാര്യമാണ്, അത് ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അത് ശരിക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇനി അപ്പൊ ആറെന്നുള്ള കാര്യം ഒരുവിധം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. കുറച്ചുകൂടെ കെയുടെ കാര്യം പറയുമ്പോൾ കുറേ കൂടെ നമുക്ക് മനസ്സിലാവും. കെ ഈസ് റിലേറ്റഡ് ടു ക്യാരിയിങ് കപ്പാസിറ്റി. ക്യാരിയിങ് കപ്പാസിറ്റിയും +2 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ചിലർക്ക് ആ കൺസെപ്റ്റ് ഞാൻ ചോദിക്കുമ്പോൾ അവർക്ക് ഇല്ല, നിങ്ങൾക്ക് കാണുമായിരിക്കും, അറിഞ്ഞുകൂടാക്കി മനസ്സിലാക്കുക. ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പൊ ആർ സെലക്ടഡ് സ്പീഷീസിന് ക്യാരിയിങ് കപ്പാസിറ്റി ബാധകമല്ല. പക്ഷെ മാക്സിമം മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ 90% പോപ്പുലേഷനിലും ക്യാരിയിങ് കപ്പാസിറ്റി ബാധകമാണ്. അപ്പൊ ആർ സെലക്ടഡ് സ്പീഷീസിന് ചിലത് ക്യാരിയിങ് കപ്പാസിറ്റി അവിടെ ഇല്ല. ഞാൻ എല്ലാം ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അപ്പൊ കെ സെലക്ടഡ് സ്പീഷീസ് ഫോളോ ദ എസ് ഷേപ്ഡ് കർവ്. This depends on the carrying capacity of the environment. Carrying capacity is the maximum number of individuals of a population that can be sustained indefinitely in a habitat. നോക്കാം, ഇപ്പോ ഇതാ ഇവിടെ നോക്കി, ഇവിടെ അങ്ങനെ ഗ്രോ ചെയ്യുന്നു, അങ്ങനെ എക്സ്പോണൻഷ്യൽ വരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരു ഡൗൺ, പിന്നെ സ്റ്റെബിലൈസ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ കെ സെലക്ടഡ് സ്പീഷീസിൽ ഇങ്ങനെ ഇതിൽ പോയതുപോലെ അങ്ങറ്റം പോയിട്ട് ഉടനെ കംപ്ലീറ്റ് അങ്ങ് പോകാതെ ഇവിടെ എന്താണ് ശരിക്കും ഇവിടെ എന്തായിരിക്കും ഇവിടെ പിന്നെ സ്റ്റെബിലൈസ് ചെയ്യാൻ കാരണം എന്തായിരിക്കും? അതായത് ഇതിന്റെ ഫോമുല നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇവിടെ dn by dt is equal to rn, മറ്റ് ഏതാ ആർ സെലക്ടഡുള്ള. ഇവിടെ എന്തും കൂടെ ഉണ്ട്, k - n by k, അല്ലെങ്കിൽ rn i - n by k. അതായത് ഏതെങ്കിലും ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇവിടെ എന്തുകൂടെ ഉണ്ട്, കെ, അതായത് ക്യാരിയിങ് കപ്പാസിറ്റി. ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലായത്? മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഒരു പർട്ടിക്കുലർ എൻവയോൺമെന്റിൽ അതിന് മാക്സിമം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഒരു മാക്സിമം ഉണ്ട്. ബിയോണ്ട് ദാറ്റ് പറ്റത്തില്ല. ക്യാരിയിങ് കപ്പാസിറ്റി പേര് കൊണ്ട് തന്നെ മനസ്സിലാക്കാം. കാരണം അവിടെ ഫുഡ്, പിന്നെ ഷെൽട്ടർ, സ്പേസ്, ഇതിന്റെ എല്ലാത്തിന്റെ ഒരു മാക്സിമം ഉണ്ട് തന്നെ. അപ്പൊ അതിനുശേഷം അതിന് ബിയോണ്ട് വിച്ച് ഇറ്റ് കനോട്ട് അക്കോമഡേറ്റ്, അതാണ് ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെ. ഇപ്പോ ഇനി നമുക്ക് ഒന്നുകൂടെ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോ ആർ സെലക്ടഡ് സ്പീഷീസിൽ നമുക്ക് ഇപ്പൊ ഫിഷസ്, മറൈൻ ഓർഗാൻസ് അല്ല, ആർ സെലക്ടഡ് സ്പീഷീസ് ആണ്. അതിന് സമുദ്രം അങ്ങ് കിടക്കുകയാണ്. പക്ഷെ അവിടെ എന്തുണ്ട്, അവിടെ ഫുഡ്, റിസോഴ്സസ്, ഇതൊക്കെ സാധാരണ ഉള്ളതിനേക്കാളും കുറെ കൂടെ കാണും. പക്ഷെ ഇതിന്റെ ക്രാഷ് ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ എന്താണ്, മാക്സിമം വന്നിട്ട് ഉടനെ പെട്ടെന്ന് പോവുക. പക്ഷെ മറ്റേതിൽ എന്താണ്, കെ സെലക്ടഡ് സ്പീഷീസിൽ അതിങ്ങനെ കൂടുന്നു, അതിനുശേഷം പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ഡെൻസിറ്റി ഡിപ്പെൻഡന്റ് ആണ്. ഞാൻ പോയിന്റ് പിന്നെ പറയാം. അതെല്ലാം കൂടെ വായിച്ച് എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ കെ സെലക്ടഡ് സ്പീഷീസ് ഡെൻസിറ്റി ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ അത് കൂടുതൽ ഓർഗാനിസം വന്നു കഴിഞ്ഞാൽ അവിടെ ഫുഡ് സ്കേഴ്സിറ്റി വരുന്നു. അപ്പൊ അല്ലെങ്കിൽ ഷെൽട്ടർ, ഇതിനെല്ലാം വിധേയമാകുമ്പോൾ അതിന് എന്താ ഒരു ലാഗ് വന്ന്, അപ്പൊ സിഗ്മോയിഡ് കർവില് ഒരു എസ് ഷേപ്പ് നമുക്ക് കിട്ടും.
ഏതാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കെ സെലക്ട് സ്പീഷീസിന് ക്യാരിയിങ് കപ്പാസിറ്റി ബാധകമാണ്. എസ് ഷേപ്പിന് എന്താണ് ശരിക്കും അവിടെ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മനോഹരമായ വേടങ്ങ് ഓർമ്മിച്ചാൽ പോരാ, കാര്യം മനസ്സിലാക്കുക. അതായത് ബയോട്ടിക് പൊട്ടൻഷ്യൽ, അത് മാക്സിമം ഇൻഡിവിജ്വൽ ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ്. അത് സാധാരണ രീതിയിൽ എൻവയോൺമെന്റിൽ അങ്ങനെ ഓർഗാനിസത്തിന് മെജോറിറ്റി സാധ്യമല്ല. അപ്പൊ പക്ഷെ അപൂർവം ഇങ്ങനെ ആർ സെലക്ട് സ്പീഷീസിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്. അങ്ങ് വളരെയധികം എക്സ്പോണൻഷ്യൽ ആയിട്ട് വരും, പിന്നെ അത് ക്രാഷ് ചെയ്യും. അപ്പോൾ എസ് ഷേപ്ഡ് ഓർ സിഗ്മോയിഡ് ഗ്രോത്ത് ഫോം ഷോസ് an initial gradual increase in the population size followed by an exponential increase and then a gradual decline to a near constant level. This slowdown following the exponential കഴിഞ്ഞിട്ട് ആ slowdown phase occurs due to increasing environmental resistance. ഓക്കെ, അപ്പൊ നമ്മൾ ആറും കെയുടെയും കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ആറ് എന്ന് പറഞ്ഞത് ഒരു മാൾത്തൂസിയൻ പാരാമീറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആറ്. മാൾത്തൂസിയൻ അറിയാമല്ലോ അല്ലെ, കേട്ടിട്ടുണ്ടല്ലോ. ജിയോമെട്രിക്കൽ പ്രോഗ്രഷൻ ഓഫ് പോപ്പുലേഷനെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുള്ള ആളാണല്ലോ. പോപ്പുലേഷൻ ഇൻക്രീസ് ട്രമൻഡസ്ലി അല്ലെ, ഡിസ്പ്രൊപ്പോർഷണേറ്റ് ടു ദ റിസോഴ്സസ്. അപ്പൊ മാൾത്തൂസിനെ കുറിച്ച് അറിയാമായിരിക്കും. എന്തായാലും മാൾത്തൂസിയൻ പാരാമീറ്റർ ആണ് ആർ, known as intrinsic rate of increase. Intrinsic rate of increase നമുക്ക് മനസ്സിലായി is used as a measure of population fitness. About the inherent maximum capacity of an organism to produce or increase in number is termed biotic potential. So the intrinsic rate of increase R is related to biotic potential. എത്രത്തോളം ഓസ്മാക്സിനെ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. Each ecosystem can sustain a fixed number of organisms depending on its size and productivity. This is called a carrying capacity. Inter and intra-specific competition occurs among organisms for space, food, reproduction and so on. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സ്പോണൻഷ്യൽ വന്നതിന് ശേഷം പിന്നെ ഒരു സ്ലോ ഡൗൺ വരെ. So carrying capacity is the maximum number of individuals of a population that can be sustained indefinitely in a given habitat. So I think you got the concept of what is R and K. ഇനിയാണ് ശരിക്കും നമുക്ക് ആർ ആൻഡ് കെ സെലക്ഷൻ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ കെ സെലക്ടഡ് സ്പീഷീസ് ഫോളോസ് ദ എസ് ഷേപ്ഡ് കർവ് അല്ലെ. അപ്പൊ ജെ ഷേപ്ഡ് കർവ് ഫോളോ ചെയ്യുന്നത് ആരാണ്? ആർ സെലക്ടഡ് സ്പീഷീസ് ആണ്. അപ്പൊ കെ എൻ സെലക്ഷൻ നോക്കാം, വളരെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു മിക്കവാറും ഇതിലൊന്നും ഒരു ക്വസ്റ്റ്യൻ ബി പാർട്ടിലോ സി പാർട്ടിലോ കാണാതിരിക്കില്ല, മിക്കവാറും കാണും. എക്കോളജി പാർട്ട് അപ്പോ എക്കോളജി പാർട്ടിലെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന കുറെ ഭാഗമാണ് ഞാൻ പറയുന്നത്. എന്നും റിപ്പീറ്റ് ചെയ്യുന്നത് ഞാൻ പറയുകയാണ്. ഇതില് നമുക്ക് എക്കോളജിയിൽ നമുക്ക് വിടാൻ പറ്റാത്ത ഏരിയകളാണ്. ഇതുപോലെ നമുക്കുണ്ട് ചില ഏരിയകൾ, അത് ഇവിടെ എടുത്തതിന് ശേഷം അടുത്ത ഭാഗങ്ങളിലോട്ട് പോകും, ഞാൻ പറയാം. പിന്നെ അപ്പൊ കെ ആൻഡ് സെലക്ഷൻ ആൻഡ് ആർ സെലക്ഷൻ, two distinct life history strategies are described by R and K selection theory. The principles of R and K selection were elucidated by MacArthur and Wilson. Pile and geography ആയിട്ട് ബന്ധപ്പെട്ടുമല്ല അവർ വരും. അപ്പൊ MacArthur and Wilson, അപ്പൊ അവരൊരു പ്രത്യേക മേഖലയിൽ പിന്നെ പല കാര്യങ്ങളും ചെയ്ത ആളുകളാണ് MacArthur and Wilson. അത് നമുക്ക് ഇവിടെ പേര് പല ഭാഗങ്ങളിലും വരും. അത് ഇവിടെ ഇതൊന്നും മനസ്സിലാക്കുക. ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആർ എൻ കെ സെലക്ഷൻ കൊണ്ടുവന്നത് MacArthur and Wilson ആണ് 1967, and applied to most taxa of the plant and animal kingdom. ഇത് രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഈ ആർ സെലക്ടഡ് സ്പീഷീസും കെ സെലക്ടഡ് സ്പീഷീസും ലൈഫ് ഹിസ്റ്ററി സ്ട്രാറ്റജീസിൽ എങ്ങനെയാണ് വ്യത്യസ്ത സാഹചര്യങ്ങൾ അത് ഫേസ് ചെയ്ത് പിന്നെ അതെങ്ങനെയാണ് അത് ആ എൻവയോൺമെന്റ് കഴിയുന്നത്. ഇൻ അൺഫേവറബിൾ എൻവയോൺമെന്റ്സ് മോർട്ടാലിറ്റി ബിക്കം ഇറാറ്റിക് ആൻഡ് സെലക്ഷൻ ഫേവേഴ്സ്. ഇതാ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ഏർലി റീപ്രൊഡക്ഷൻ, റാപ്പിഡ് ഡെവലപ്മെന്റ്, ഹൈ ഫെക്കൻഡിറ്റി,
short lifespan, small body size, high mobility, high metabolic rate. ഇതെല്ലാം these features become the characteristic of R selected species. അപ്പോൾ പല മറൈൻ ഓർഗൻസ്, എസ്പെഷ്യലി നമ്മൾ ഫിഷസോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് മനസ്സിൽ കണ്ടിട്ട് ഒന്ന് പഠിക്കുക, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ മറൈൻ എൻവയോൺമെന്റ് വളരെ വിശാലമായിട്ട് കിടക്കുകയാണ്. അപ്പൊ അവിടെ ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്, പക്ഷെ അവിടെ അതിനങ്ങനെ ത്രൈവ് ചെയ്യാൻ അത് പറ്റുന്നുണ്ട്. മോർട്ടാലിറ്റി ബിക്കം എറാറ്റിക് ആൻഡ് സെലക്ഷൻ ഫേവേഴ്സ് എന്തെല്ലാം അവിടെ അങ്ങനെ അവിടെ കാണുന്ന ഓർഗൻസിൽ സെലക്ഷൻ ഫേവേഴ്സ് ഏർലി റീപ്രൊഡക്ഷൻ. ഇപ്പൊ ഒരു മാമൽ നോക്കാം, ഏർലി റീപ്രൊഡക്ഷൻ അല്ല അല്ലെ, അത് റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ റാപ്പിഡ് ഡെവലപ്മെന്റ്, ഹൈ ഫീക്കൻഡിറ്റി, കൂടുതൽ ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, ഷോർട്ട് ലൈഫ് സ്പാൻ. ഇപ്പോൾ ഫിഷസ് അതിനൊക്കെ മാമലിനുള്ളത് പോലെ അല്ലല്ലോ, ഷോർട്ട് ലൈഫ് സ്പാൻ, സ്മോൾ ബോഡി സൈസ്, ഹൈ മൊബിലിറ്റി, ഹൈ മെറ്റബോളിക് റേറ്റ്. ഇപ്പൊ മെറ്റബോളിക് റേറ്റ് നമ്മൾ സാധാരണ നോക്കുകയാണെങ്കിൽ മെറ്റബോളിക് റേറ്റ് എല്ലാം നമുക്ക് ചെറിയ ഓർഗാൻസത്തിനാണോ വലിയ ഓർഗാൻസത്തിനാണോ മെറ്റബോളിക് റേറ്റ് കൂടുന്നത്? ഐ മീൻ ഇപ്പോ ഒരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞേ, സ്മോൾ ഓർഗാൻസത്തിനാണോ വലിയ ഓർഗാൻസത്തിനാണോ മെറ്റബോളിക് റേറ്റ് കൂടുന്നത്? സ്മോൾ ഓർഗാൻസത്തിനാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഇതിന് കോൺട്രോവേഴ്സി ആയിട്ടുള്ള കുറേ തിയറിയുണ്ട്. എല്ലാം നമുക്ക് ക്രാഷ് കോഴ്സിൽ ഇപ്പോൾ എല്ലാം എടുക്കാൻ പറ്റുമെന്നല്ല, അതിന് നോട്ട് അയച്ചു തന്നിട്ടുണ്ട്, പല റൂളുണ്ട്, അതെല്ലാം പഠിക്കുക. അലൻസ് റൂള്, ബെർഗ്മാൻസ് റൂള് അല്ലെ, പോളാർ റീജിയനിൽ കാണുന്നതിന്റെ സൈസ് വലുതായിരിക്കും ചെറുതായിരിക്കും, അതിന്റെ എക്സ്ട്രിമിറ്റീസ് ചെറുതാണോ വലുതാണോ, ഇതെല്ലാം കോൺട്രവേഴ്സി ഉണ്ട്. ആ ലാസ്റ്റ് നന്നായിട്ട് പഠിക്കുക. എപ്പോഴും സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാൻ നോക്കാം ഇക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇവിടെ ഇതെല്ലാം ആർ സെലക്ടഡ് സ്പീഷീസിന്റെ ക്യാരക്ടറാണ്. ഓക്കെ, ദെൻ ഇഫ് ദ എൻവയോൺമെന്റ് ഇസ് കോൺസ്റ്റന്റ്, സെലക്ഷൻ ഫേവേഴ്സ് സ്ലോ ഡെവലപ്മെന്റ്, ലോ ഫീക്കൻഡിറ്റി, ലോങ്ങർ ലൈഫ് സ്പാൻ, ലോ ഓർ മീഡിയം മെറ്റബോളിക് റേറ്റ്, ലാർജർ ബോഡി സൈസ് ആൻഡ് സോ ഓൺ. ഇപ്പൊ നമ്മൾ മാമലിന്റെ കാര്യം നോക്കാം. അതിന് സാധാരണ ഇപ്പൊ ഫിഷസ് അല്ലെങ്കിൽ ആർ സെലക്ടഡ് സ്പീഷീസ് വെച്ച് നോക്കുമ്പോൾ എന്താണ്, ഇതിന് ലൈഫ് സ്പാൻ കൂടുതലാണ്, അതുപോലെ എന്താണ് ലാർജ് കമ്പാരിറ്റീവ്ലി ലാർജ് ബോഡി സൈസ് ആണ്. ഇതിന്റെ എല്ലാത്തിന്റെ ക്യാരക്ടർ വരാൻ സാധ്യതയുള്ള എല്ലാം ഞാൻ വേറെ ബാക്കിൽ പറയും, ഇത് കുറെ എണ്ണം ഞാൻ പറയാം. അപ്പോൾ these features become the characteristics of K selected species. In R selected species, early production of numerous progeny helps withstand unfavorable environmental condition. അപ്പൊ നമുക്ക് R and K എന്താണെന്ന് മനസ്സിലായി. Intrinsic rate of reproduction increase അതാണ് R, carrying capacity ആണ് K. പിന്നെ രണ്ടിന്റെയും രണ്ട് വ്യത്യസ്ത എൻവയോൺമെന്റിൽ കാണുമ്പോൾ അത്തരം ഓർഗാൻസത്തിന് അതിന്റെ ബോഡിയുടെ കാര്യം, അതിന്റെ സൈസ്, ലൈഫ് സ്പാൻ, ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. Then when the environment is more or less saturated with the individuals, the selection which operates among the individuals is known as K selection. When the environment is more or less saturated with the individuals, is density dependent ആണ് K selection എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് when the environment is more or less saturated with the individuals, selection which operates among the individuals is known as K selection. Its effect is to increase viability and ability of ecological intraspecies competition. അവിടെ ആ കോമ്പറ്റ് ചെയ്ത് നിൽക്കാൻ അതിന് സാധിക്കും. On the other hand, R selection is found in places, repeated. The R selection is found in places where the environment is not saturated with the individuals and they have plenty of facilities to increase and spread. അപ്പോ ഇനി അടുത്ത ഓരോ പോയിന്റ് ആയിട്ട് പറയാണ്, ഓരോ പോയിന്റും പ്ലേസ് ഇറ്റ് ഇൻ മൈൻഡ്. See, R strategies, where R selected species are opportunistic species. Means when the environmental conditions are favorable, that time they will reproduce more and they will disperse from one place to another place.
അപ്പൊ കേസ് സെലക്ടഡ് കൊണ്ട് ഇക്വിലിബ്രിയം സ്പീഷീസ് ആണ്, അല്ലെങ്കിൽ കോമ്പറ്റീറ്റർ സ്പീഷീസ് ആണ്. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ ഇവിടെ ഓപ്പർച്യൂണിറ്റി സ്പീഷീസ്, ഈ പേരുകളെല്ലാം ചോദിക്കും. അപ്പോ ആർ സെലക്ടഡ് സ്പീഷീസിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി പുതിയ മറ്റൊരു കാര്യമാണ് പറഞ്ഞത്, ആർ സെലക്ടഡ് സ്പീഷീസ് ആർ ഓപ്പർച്യൂണിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതുപോലെ നമ്മൾ ഓപ്പർച്യൂണിസ്റ്റിക് പാരസൈറ്റിനെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞത്. അപ്പൊ ഓപ്പർച്യൂണിസ്റ്റിക് എന്നുള്ള വേർഡ് അവിടെ നമ്മൾ മനസ്സിലാക്കും. When the environmental conditions are favorable, that time they will reproduce more and they will disperse from one place to another. അന്നേരം അതിന്റെ പ്രോപ്പഗേൾസ് എല്ലാം അങ്ങോട്ട് കൂടുതലായിട്ട് വന്ന് അങ്ങനെ ഇൻഡിവിജ്വൽസ് will be colonized. ബട്ട് കേസ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ കോമ്പറ്റിറ്റർ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്പീഷീസ് ആണ്. അതെന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതെല്ലാം ചിലത് അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ പ്ലെയിൻ ആയിട്ട് മനസ്സിലാകുന്നു. പ്ലെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ചോദിക്കും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സി പാർട്ടിലെല്ലാം ചിലത് കൂടുതലും അനാലിറ്റിക്കൽ ചോദിക്കും. ഞാൻ അങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തരും. അപ്പൊ അതിലെല്ലാം ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചിന്തിച്ചെഴുതാനുള്ളതുണ്ട്. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രാറ്റജീസ് അതിനപ്പോ എന്ത് പറയും? ഇക്വിലിബ്രിയം സ്പീഷീസ് എന്ന് പറയും. അതായത് സ്പീഷീസ് യൂസ് എ കോമ്പറ്റിറ്റീവ് സർവൈവൽ സ്ട്രാറ്റജി. പൊരുതി നിന്ന് അതിന് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കഴിവ് അതിനുണ്ട് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം സ്പീഷീസ് യൂസ് എ കോമ്പറ്റിറ്റീവ് സർവൈവൽ സ്ട്രാറ്റജി rather than relying on reproduction or dispersal for survival. മനസ്സിലാക്കുക. അപ്പോ ആർ സെലക്ടഡ് സ്പീഷീസ് that has to face adverse conditions. അങ്ങനെയുള്ള കണ്ടീഷൻ, ഇപ്പോൾ കടല് വരുന്ന കിടക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ അന്നേരം ഇതിന് ധാരാളം ഓർഗൻസം ഒഴുക്കലുമൊക്കെ പോകാം. പക്ഷേ അതിനെ വിസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ആർ സ്ട്രാറ്റജീസിന് they have to produce എന്താ മോർ ഓഫ്സ്പ്രിങ്സ്. അങ്ങനെ ചിന്തിക്കുക, മനസ്സിലാക്കുക. ഇതിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, പ്ലെയിൻ ക്വസ്റ്റ്യൻ ഉണ്ട് കൂടുതലും ഈ പാർട്ടിൽ, ചിലർക്ക് പ്ലെയിൻ ക്വസ്റ്റ്യൻ. പക്ഷെ അല്ലാത്തത് ഇതുപോലെ ചിന്തിച്ചെഴുതാനുള്ളത്. ചിന്തിക്കാൻ വലിയ കാര്യമൊന്നുമില്ല, മോളിക്കുലർ ബയോളജി പോലെ അങ്ങനെ പാടുന്നില്ല. കാര്യം മനസ്സിലാക്കണം. ഓപ്പർച്യൂണിറ്റി സ്പീഷീസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി, അവിടെ ആ പ്രത്യേക ഒരു സാഹചര്യം എല്ലാം കിട്ടുമ്പോൾ they will disperse from one place to another, അങ്ങ് വ്യാപിക്കും ഇൻവെസ്റ്റീവ് ആയിട്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ അതിനെന്താ പൊരുതി നിൽക്കും, എന്താ കോമ്പറ്റിറ്റർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്പീഷീസ്. അപ്പൊ ഇതിന് കുറെ ഓർഗാനിസംസ്, പിന്നെ ഇതിനെ അഥവാ അവിടെ ഓർഗാനിസം അതിനവിടെ സർവേ ചെയ്യാൻ കൂടുതൽ ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളതല്ല. കൂടുതൽ ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്താലേ അതിനവിടെ അതിന്റെ പോപ്പുലേഷൻ കൂടുമെന്നുള്ളതല്ല. അവനെ പൊരുതി നിന്ന് അതിന് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് എക്വിലിബ്രിയം സ്പീഷീസ് യൂസ് എ കോമ്പറ്റിറ്റീവ് സർവൈവൽ സ്ട്രാറ്റജി റാദർ ദാൻ റിലൈങ് ഓൺ റീപ്രൊഡക്ഷൻ. ചുമ്മാ അത് റീപ്രൊഡ്യൂസ് ചെയ്ത് കുട്ടികളെ കൂടുതലായിട്ട് ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതല്ല. ഓർ ഡിസ്പേഴ്സൽ പ്രോസസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ആർ സെലക്ടഡ് സ്പീഷീസിന്റെ പല സ്വഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരികയാണ്. ദെൻ അടുത്ത് ക്ലച്ച് സൈസ്. Clutch size is the number of offsprings produced at each in the reproductive episode. എന്താണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്? അതായത് ക്ലച്ച് സൈസ്, ഫീക്കൻഡിറ്റി, ഇതെല്ലാം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ക്ലച്ച് സൈസ് എന്ന നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ഈച്ച് റീപ്രൊഡക്റ്റീവ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇൻ എ സിംഗിൾ ബർത്ത് എത്രത്തോളം ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ക്ലച്ച് സൈസ്. അപ്പൊ നമുക്കറിയാലോ, ഈ ടർട്ടിൽസ് ഇതൊക്കെ മുട്ടയിട്ടിട്ട് മണ്ണ് മൂടിയിട്ടിട്ട് പോകും. പിന്നെ എന്താ ലിസാർഡ്സ് വന്നൊക്കെ അതിനെ കഴിക്കുന്ന കണ്ടിട്ടില്ലേ? മറ്റേ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ? ഓക്കെ. അപ്പൊ അവിടെ ധാരാളം മുട്ടയിടും. പക്ഷെ എന്താണ്, അപ്പൊ ക്ലച്ച് സൈസ് കൂടുതലാണ് ഓർഗാനിസത്തിന്. ഇപ്പൊ ആർ സെലക്ടഡ് സ്പീഷീസിന്റെ കൂടുതലാണ്, ക്ലച്ച് സൈസ് കൂടുതലാണ്. പക്ഷെ ക്ലച്ച് സൈസ് കൂടുമ്പോ പാരന്റൽ കെയർ കൂടുമോ കുറയോ? അപ്പൊ സാമാന്യ ബുദ്ധി കൊണ്ട് പറഞ്ഞ് കുറയും. എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാം. അതൊക്കെയാണ് പറഞ്ഞത്. ഇതാണ് അനാലിറ്റിക്കൽ. ഇത് വലിയ അനാലിറ്റിക്കൽ അല്ല, കോമൺ സെൻസ് കൊണ്ട് ചെയ്തിരിക്കാം. പക്ഷെ അപ്പോ ഇതെല്ലാം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോ
clutch size is the number of offspring produced at each reproductive episode. അല്ലെങ്കിൽ single birth. Parent care is inversely proportional to clutch size. Clutch size of R-selected species is high and that of K-selected species is low. മനസ്സിലായോ? Then ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാൻ ഉണ്ടായിരുന്നു. എൻവയോൺമെന്റ് ഈസ് കോൺസ്റ്റന്റ്. ഇത് നമ്മൾ പറഞ്ഞല്ലോ. എന്താ ആർ സെലക്ടിന് ഫീക്കൻഡിറ്റി കൂടുതലാണോ കുറവാണോ? ഫീക്കൻഡിറ്റി എന്താണെന്ന് മനസ്സിലായില്ലേ? ഫീക്കൻഡിറ്റി എബിലിറ്റി ടു പ്രൊഡ്യൂസ് മോർ ഓഫ്സ്പ്രിംഗ്. ഈ ഫീക്കൻഡിറ്റിയും ക്ലച്ച് സൈസും ചില കുട്ടികൾക്കും തെറ്റിപ്പോകുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ അത്? ക്ലച്ച് സൈസ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ബർത്തിൽ എത്രത്തോളം, ഇപ്പൊ ചിലതിന്റെ മുട്ട കണ്ടില്ലേ, ടർട്ടിലൊക്കെ ചില ധാരാളം ഇടും. സിംഗിൾ ബർത്ത് ധാരാളം ഇടും, അതാണ് ക്ലച്ച് സൈസ്. ഫിക്കൻഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും? എബിലിറ്റി ടു പ്രൊഡ്യൂസ് മോർ ഓഫ്സ്പ്രിംഗ് എന്നുള്ളതാണ്. അപ്പോ അത് ആർ സെലക്റ്റഡ് ആണോ ഫിക്കൻഡിറ്റി കൂടുതൽ, കെ സെലക്റ്റഡ് ആണോ? ഇത്ര നേരം കേട്ടിട്ടുണ്ട്, മനസ്സിലായല്ലോ അല്ലെ? ആർ സെലക്റ്റഡ്. അപ്പൊ ക്ലച്ച് സൈസ് കൂടുതൽ, അതും ഏതാ? ആർ സെലക്റ്റഡ് ആണ്. ഓക്കെ. ദെൻ ഇനി നമുക്ക് വേറെ രണ്ട് പേര്, സെമൽ പാരിറ്റി ആൻഡ് ഇറ്റീറോ പാരിറ്റി. ഇവിടെ സെമൽ പാരിറ്റി ആറിനാണോ കെ ആണോ? ഇതൊക്കെ നിങ്ങൾ MSc പഠിച്ചതല്ലേ, അറിയാന്നുള്ളവർ പറഞ്ഞേ. സെമൽ പാരിറ്റി, ഇറ്റീറോ പാരിറ്റി. സെമൽ പാരിറ്റി ആർ സെലക്ട് ആണോ കെ സെലക്ട് ആണോ? ആർ സെലക്ട്. ഓക്കെ. ഇറ്റീറോ പാരിറ്റി കെ സെലക്ട് ആണ്. അപ്പൊ സെമൽ പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് many plants and animal species have life histories characterized by death after first reproduction. ആ റിപ്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് പിന്നെ ചത്തുപോകും, അല്ലെങ്കിൽ ഒരു ടൈം മാത്രമേ അതിന് റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അഥവാ പിന്നീട് അങ്ങോട്ട് കുറച്ചു നേരം ജീവിച്ചിരുന്നാലും അത് പിന്നീട് റീപ്രൊഡ്യൂസ് ചെയ്യാറില്ല. ദാറ്റ് ഈസ് they breed once during their lifetime. These organisms are called semelparous. Example salmon. പിന്നെ monocarpic plants. Plants and monocarpic plants are generally semelparous. R selected species are usually semelparous. മറക്കരുത്. അടുത്തൊരു പോയിന്റ് കിട്ടി അല്ലെ? Then ഇറ്റീറോപാരസ്, ലാറ്റിനിൽ ഇറ്റീറോ എന്ന് പറഞ്ഞാൽ to repeat എന്നുള്ളതാണ്. അപ്പോൾ organism breeds several times during the course of their lifespan. Polycarpic plants are generally polycarpous. അപ്പോൾ ചിലപ്പോൾ പ്ലാന്റ്സ് വെച്ച് ചോദിച്ചാൽ മനസ്സിലാക്കണം. Polycarpic plants are പിന്നെ polycarpous. Polycarpic plants are generally ഇറ്റീറോപാരസ് ആണ്. തെറ്റിപ്പോയി ഇവിടെ സ്പെല്ലിംഗ്. ഇറ്റീറോപാരസ് ആണ്. K selected plants are usually എന്താ പോളികാർപ്പസ് ആണ്. അപ്പൊ പോളികാർപ്പിക് പ്ലാന്റ്സ് ആർ ജനറലി ഇറ്റീറോപാരസ്. ഇവിടെ മിസ്റ്റേക്ക് മനസ്സിലാക്കുക. K selected species are usually polycarpous. ഓക്കെ. അപ്പോ K selected species ഇറ്റീറോപാരസ് ആണ് അല്ലേ? Then നെക്സ്റ്റ് ഈ പോപ്പുലേഷൻ റെഗുലേഷൻ. ഡൗട്ട് ചോദിച്ചോട്ടെ സർ? ഈ സെമൽപാരസ് എന്ന് പറയുമ്പോൾ ഒരു ടൈമിലും മാത്രമല്ലേ റീപ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ? അതെ അതെ. അപ്പോ അത് ആർ സെലക്ടഡ് സ്പീഷീസിനെ ആക്കുന്നുണ്ട്. ഫെക്കൻഡിലിറ്റി അപ്പോ ആർ സെലക്ടഡിന് അല്ലല്ലോ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതാ? കേട്ടില്ല. ഫെക്കൻഡിലിറ്റി ഇല്ലേ സർ? അപ്പോ കൂടുതൽ ഓഫ് സ്പ്രിങ്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ കെ സ്പീഷീസിനല്ലേ? അതല്ല, അത് ഒരിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതല്ല. അതായത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ധാരാളം ഓർഗാൻസ്, ഇപ്പൊ നമുക്കറിയാമല്ലോ ഫിഷസ് തന്നെ അതിന്റെ ധാരാളം ഓർഗാൻസ് പ്രൊഡ്യൂസ് ചെയ്യും, ധാരാളം ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഫിക്കൻഡിറ്റിയും അതുപോലെ ഇതിന്റെ ക്ലച്ച് സൈസ്. പക്ഷെ അതിൽ കൂടുതലും ഓർഗാൻസ്, ഇതെല്ലാം ജനറലി എന്നുള്ളതാണ്, മനസ്സിലായില്ല? ജനറലി അത് എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം മാത്രമേ അതിന് റീപ്രൊഡക്റ്റീവ് ഇത് കാണത്തുള്ളൂ പൊതുവായി. അതായത് സെമൽപാരസ് ആയിട്ടുള്ള ഓർഗാനിസം അത് ആർ സെലക്റ്റഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ
ഈ എല്ലാ ഈ ഓർഗാനിസവും ആ സെമൽ പാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആകണമെന്നില്ല. അതായത് സെമൽ പാറ്റ് ആർ സെലക്ടഡ് സ്പീഷീസ് എന്താ സെമൽ പാരിറ്റി ഷോ ചെയ്യുന്നത് ആർ സെലക്ടഡ് ഇൻഡിവിജ്വൽസിൽ കാണാം. അപ്പൊ തവണ മാത്രം ബ്രീഡ് ചെയ്താലും കുറെ ഓഫ് സ്പ്രിംഗ് ധാരാളം പ്രൊഡ്യൂസ് ചെയ്യും. ഫിഷസ് നമുക്കറിയാമല്ലോ, ഈ മിക്കവാറും അക്വേറിയത്തിൽ തന്നെ ഇട്ടിരിക്കുന്ന ചില ഫിഷസ് അതിന്റെ അറിയാം, ഒറ്റ ധാരാളം ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അടുത്ത് ഈ പോയിന്റുകളെല്ലാം പേരുകളെല്ലാം ഓർത്തിരിക്കുക. ദെൻ പോപ്പുലേഷൻ റെഗുലേഷൻ. Population can be regulated by both the density dependent factors and the density independent factors. Density dependent factor എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, it includes factors that depends on the size of population, example competition, predation and parasitism. ഇതെല്ലാം K selected species, അത് density dependent. അടുത്ത പോയിന്റ് മനസ്സിലായിക്കോണം. Density independent factor എന്ന് പറഞ്ഞാൽ it includes factors that does not depends on the size of population, unusual weather, natural disaster like a flood, drought. ഇപ്പൊ ഇതെല്ലാം ഇതിൽ വരും. എന്താ ഡെൻസിറ്റി ഇൻഡിപെൻഡന്റ് ഫാക്ടർ. ആർ സെലക്ടഡ് സ്പീഷീസ് ആർ ഡെൻസിറ്റി ഇൻഡിപെൻഡന്റ്. അപ്പൊ ഇതിൽ ഓർക്കേണ്ടത് ഈ 2 പോയിന്റ് മാത്രം ഓർക്കുക. അപ്പോ ആർ സെലക്ടഡ് സ്പീഷീസ് ഡെൻസിറ്റി ഡിപെൻഡന്റ് ആണോ ഡെൻസിറ്റി ഇൻഡിപെൻഡന്റ് ആണോ? ഇൻഡിപെൻഡന്റ്. അത് ആർ സെലക്ടഡ് സ്പീഷീസ് ആർ ഡെൻസിറ്റി ഇൻഡിപെൻഡന്റ്. മറ്റേ ഇത് ഡെൻസിറ്റി ഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം പറഞ്ഞ് തലയിൽ വെക്കേണ്ടതല്ല ഇത്. അതായത് ഡെൻസിറ്റി ഡിപെൻഡന്റ് ആണ് കെ സെലക്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് എന്തായിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അല്ലേ? മാക്സിമം ഇൻഡിവിജ്വൽസ് അവിടെ ക്യാരി ചെയ്യുന്ന ആ ടൈം മാത്രമേ അതിന് ബിയോണ്ട് വിച്ച് ഇറ്റ് കൻ നോട്ട് അക്കോമഡേറ്റ്. പോയിന്റ് മനസ്സിലായോ? അണ്ടർസ്റ്റുഡ്? യെസ്. അടുത്ത് ഇത്രയും പോയിന്റ്, ഇത് മാക്സിമം പോയിന്റ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും പിന്നെ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പലയിടത്തും പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്രയും പഠിക്കുമ്പോൾ മനസ്സിലാവും. മാക്സിമം ഞാൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചേർത്തിട്ടുണ്ട്. ലൈഫ് ഹിസ്റ്ററി സ്ട്രാറ്റജി, ദെൻ RNK, പ്ലേസ് ഇറ്റ് ഇൻ ദ മൈൻഡ്. മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, ആർ സെലക്ടഡ് സെമൽപാരസ് ആണ്, കെ സെലക്ടഡ് ഇറ്റിറോപാരസ് ആണ്. ലൈഫ് ഹിസ്റ്ററി സ്ട്രാറ്റജി എന്താണ്? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് ലൈഫ് ഹിസ്റ്ററി സ്ട്രാറ്റജി ഇൻട്രിൻസിക് റേറ്റ് ഓഫ് ഗ്രോത്ത്. ആർ സെലക്ടഡ് എന്താ ഹൈ ആണ് അല്ലെ, ഇൻട്രിൻസിക് റേറ്റ് ഓഫ് ഗ്രോത്ത്. ഇറ്റിറോപാരസ് കെ സെലക്ടഡ് ലോ. ബോഡി സൈസ് പൊതുവെ ആർ സെലക്ടഡ് സ്മോൾ ആയിരിക്കും അല്ലെ, കെ സെലക്ടഡ് ലാർജ് ആയിരിക്കും. പാരന്റൽ കെയർ ഏതിനാ ഉള്ളത് കൂടുതലുള്ളത്? കെ സെലക്ടഡിന്. അപ്പോ അങ്ങനെയാണെങ്കിൽ തിരിച്ച് ചിന്തിക്കുക. അപ്പോ ക്ലച്ച് സൈസ് കെ സെലക്ടഡിന് കുറവാണോ കൂടുതലാണോ? കുറവ്. അപ്പൊ സർവൈവർഷിപ്പ് കർവ് ആർ സെലക്ടഡ് സ്പീഷീസിന് ടൈപ്പ് 3 അല്ലേ? ഇതുപോലെ നമ്മള് ഇവിടെ ഇത് പഠിച്ചല്ലോ, ഇവിടെ പൈനിയർ സ്പീഷീസും അല്ലെ, ക്ലൈമാക്സും സക്സഷൻ സ്റ്റാറ്റസ്. അപ്പൊ ഒന്ന് അവിടെ പഠിച്ചത് കൊണ്ട് അത് ഇവിടെ ഇപ്പോഴും ഓർമ്മിക്കാന്നുള്ളതേ ഉള്ളൂ. പൈനിയർ സ്പീഷീസിന്, അതായത് ഏർലി സീറൽ സ്പീഷീസിന് ഏതായിരിക്കും സക്സഷണൽ സ്റ്റാറ്റസ്? ഏതാണ്? അതായത് ഇവിടെ ഒരു കാര്യം മനസ്സിലായി, ആർ സെലക്ടഡ് സ്പീഷീസിന് സക്സഷണൽ സ്റ്റേറ്റസ് ഏതായിരിക്കും? പൈനിയറിലായിരിക്കും അല്ലെ? മറ്റേത് ക്ലൈമാക്സ്. അപ്പൊ തിരിച്ചു ചോദിക്കാം, ഇതിന്റെ സർവൈവൽ കർവ് ഇവിടെ ഏതാണെന്ന്. ടൈപ്പ് 3 എന്ന് പറയുന്നത് പോലെ ഈ ടൈപ്പ് 3 സക്സഷനിൽ എവിടെ വരും എന്നുള്ളത് അല്ലെ? അപ്പൊ ക്ലൈമാക്സ് കണ്ടീഷനില് സർവൈവർഷിപ്പ് കർവ് ഏത് ടൈപ്പാണ്? ക്ലൈമാക്സില്, ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയില്
ടൈപ്പ് 1 അതാ പറഞ്ഞത്. നമ്മൾ ഓരോന്ന് പഠിക്കുമ്പം എല്ലാം കൂടെ ഇതായിട്ട് വരണം. അത് അങ്ങനെ വേണം പഠിക്കാനായിട്ട്. നിങ്ങളെല്ലാം ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട്. അപ്പൊ അത് ഏത് പഠിക്കുമ്പോഴും ഇതാണ്. മോളിക്കുലർ ബയോളജി ആണെങ്കിലും ഫിസിയോളജി, ബയോകെമിസ്ട്രി ഇതെല്ലാം പഠിക്കാം. ഫിസിയോളജി, ബയോകെമിസ്ട്രി ഏതാണ്ട് കാര്യങ്ങൾ ഒരേ സ്ഥലങ്ങളിൽ വരും. ഓരോന്ന് പഠിച്ചു വരുമ്പോൾ അത് പല സ്ഥലങ്ങളിലും വരും. എൻ്റെ ഇന്റർ റിലേറ്റഡ് പറയും. അതാണ് നമ്മൾ പഠിക്കുന്നത്. ഈ നെറ്റിന് നമ്മൾ അപ്ലൈ എന്താണ് ടെസ്റ്റ് നടത്തുന്നത്, സുവോളജിക്ക് പ്രത്യേകം, ബോട്ടണിക്ക് പ്രത്യേകം, അങ്ങനെയൊന്നുമല്ല. ലൈഫ് സയൻസസ് ഒരു ബയോകെമിസ്ട്രി പഠിക്കുന്ന ഒരു MSc ബയോകെമിസ്ട്രി പഠിച്ച ആൾക്ക് എന്താണ് ഈ ഫിസിയോളജിയും ആ ബയോകെമിസ്ട്രി ഈ കാര്യങ്ങളെല്ലാം റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരുന്നു. അവർക്ക് കെമിസ്ട്രി കുറിച്ച് കൂടുതൽ അതിൻ്റെ ഫോമുലയെല്ലാം പഠിക്കണം എന്നുള്ളൂ. ഞാനിത് പറഞ്ഞു വന്ന എൻ്റെ കാര്യം മനസ്സിലാക്കി കാണും. നമ്മൾ ഈ കാര്യങ്ങൾ ഏത് പഠിച്ചാലും എല്ലാം റിലേറ്റ് ചെയ്ത് ആണ് വരുന്നത്. അടുത്ത ലൈഫ് സ്പാൻ അറിയാമല്ലോ. ആർസെലക്ട് സ്പീഷീസിന് പ്രൊഫീഷ്യസ് മറൈൻ ഓർഗാനിസം ഷോർട്ടാണ് അല്ലേ. എന്നാൽ മാമൽസ് അതുങ്ങനെയുള്ളതെല്ലാം അത് ഹൈ ആണ് അല്ലേ. ഷോർട്ട് ലൈഫ് സ്പാൻ ലോങ് ആണ്. അതുപോലെ അല്ലെങ്കിൽ അപ്പൊ നമ്പർ ഓഫ് പ്രോജനി എന്താണ് ഇതിന്റെ ആർസെലക്ട് ഹൈ ആണ്. അതുപോലെ നമ്പർ ഓഫ് പ്രോജനി കെയില്. അപ്പൊ എത്രയെന്ന് വായിച്ചിരിക്കുക. സൈസ് ഓഫ് പ്രോജനി സ്മോൾ ആണ് ഇതില് ആർസെലക്ടില്, മറ്റേതില് ലാർജ് ആണ്. ക്ലച്ച് സൈസ് ഹൈ ആണ്, 6 ലോ ആണ്. ഡിസ്പേഴ്സബിലിറ്റി ഇതിനെ പെട്ടെന്ന് ഡിസ്പേഴ്സ് ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് ഓസ്പ്രിങ്സിനെ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റും. മറ്റേതിന് ലോ ആണ്. ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് നമ്മള് സർവൈവർഷിപ്പ് കർവ് ആണ്. അത് ചെറിയൊരു പാർട്ടാണ്. അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്താണ് ചോദിക്കുന്നത്. സർവൈവർഷിപ്പ് കർവ് ടെൽസ് us something about how long individuals survive എന്നുള്ളതാണ് in a population. It is mainly 3 types. Type 1, 2, and 3 curves. These curves mainly use logarithmic scales to indicate whether organisms have highest mortality rate at early or later stages in the life cycle. ഇവിടെ type 1 ഇത് കോൺവെക്സ്, ഇത് type 1 ആണ്, കോൺവെക്സ് ആണ് അല്ലേ. പിന്നെ ഇത് എന്താണ്, കോൺകേവ് ആണ്, ഇത് ഡയഗണൽ ആണ്. അതിന്റെ പേരും കൂടെ ഇതിലിപ്പോ ചോദിക്കും. ഇപ്പൊ type 1 this curve represent high survival rate in early and middle stages. Early middle stages പിന്നെ ഒരു ഡിക്ലൈൻ ആണ്. അത് ഹ്യൂമൻസ് ഒക്കെ ഉദാഹരണമാണ്, സാധാരണ മാമൽസ് ഒക്കെ. ഇത് ഇറ്റിറോപാരസ് ആണ് അല്ലേ. ഇറ്റിറോപാരസ് ആണ് type 1. ദെൻ type 2 ഓർ ഡയഗണൽ എന്ന് പറയുമ്പോൾ അത് വലുതായിട്ട് ചോദിക്കുന്നതല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എക്സ്ട്രീമാണ്, type 1 ഉം 2, 3. എന്നാൽ ചിലതില് മൾട്ടിപ്പിൾ ചോയ്സില് ചില തെറ്റിക്കാൻ വേണ്ടി ഈ type 2 കൂടെ ചേർത്ത് ചോദിക്കും. കാര്യം ഇതിൽ ലിസാർഡ്സ്, ഇങ്ങനെ ഹൈഡ്ര, പൊതുവെ ബേർഡ്സ് ഇതൊക്കെ വരുന്ന ഒരു രൂപം എന്താണ്. അപ്പൊ ഡയഗണൽ കർവ് ഏതിലാണ് വരുന്നത്? type 2 ആണ്. ദിസ് കർവ് റെപ്രസെന്റ് റിലേറ്റീവ് കോൺസ്റ്റന്റ് മോർട്ടാലിറ്റി റിഗാർഡ്ലെസ് ഓഫ് ഏജ്. അതാണ് ബേർഡ്സ് ഒക്കെ നമുക്ക് അറിയാമല്ലോ അതിന്റെ. പക്ഷെ ഈ type 3 or concave curve എന്ന് പറയുമ്പോൾ represents highest mortality rate in the early stages of life, and those that survive this stage may live to an advanced age. These are semilparous ആണ്. type 3 എന്ന് പറയുന്നത് semilparous ആണ്. എക്സാമ്പിൾ ഫിഷ് ഒക്കെ നമ്മൾ ഓർത്തിരിക്കാം, അതർ മറൈൻ ഓർഗൻസ്. ഓക്കെ, ദെൻ ഇതിലുള്ള ക്വസ്റ്റ്യൻ ഇത്രയും നമ്മൾ ഈ പഠിച്ചത് അത്രയും ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ പഠിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമല്ലോ ക്വസ്റ്റ്യൻ. അപ്പൊ അതുപോലെ ഇതൊന്ന് ആലോചിച്ച് ചെയ്യുക. ഇത്രയും ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ബുക്ക് എല്ലാം ഞാൻ നോട്ട്സ് അതുപോലെ നമ്മുടെ എക്സാം അടുത്ത് വരികയാണ്. എക്സാം ഡേറ്റ്, അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് എല്ലാം കണ്ടു കാണുമല്ലോ അല്ലേ. അത് അവസാനം അപ്ലൈ ചെയ്യാനിരിക്കാതെ ആദ്യം അതൊക്കെ ഒതുക്കി വെക്കുക. പഠിത്തം
ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ആദ്യത്തെ വീഡിയോസ് എല്ലാം നേന്ന് കാണുക. അതൊരു പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് ഞാൻ വീണ്ടും വീഡിയോ ഇടുന്നെല്ലാം കാണുന്നതായിരിക്കും. എല്ലാം മാറ്റി വെച്ചിട്ട് ഡിസംബർ തന്നെ കിട്ടണമെങ്കിൽ ആ രീതിയിൽ തന്നെ പഠിച്ച് തുടങ്ങണം. അതുപോലെ ഇതിൽ വേറൊരു കാര്യം കൂടെ, എക്കോളജിയിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൂ ഇനി 1-2 ഏരിയ കൂടെ. അല്ല, ഞാനിപ്പോ അല്ലാത്തത് ചോദിക്കുകയില്ലെന്നല്ല പറയാം. കാര്യം നമ്മുടെ ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് ലിമിറ്റേഷൻ ഉണ്ട്. എന്നാലും മാക്സിമം ചോദിക്കുന്നതെല്ലാം നമ്മൾ കവർ ചെയ്യാം. ഇതിൽ നമുക്ക് റെക്കോർഡ് വീഡിയോ, അതിപ്പോ അല്ലാതെ എടുക്കാൻ സമയമല്ല, റെക്കോർഡ് വീഡിയോ സെൻഡ് ചെയ്യും. എക്കോളജിക്കൽ കംപ്രഷൻ, ക്യാരക്ടർ ഡിസ്പ്ലേസ്മെന്റ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ. എക്കോളജിക്കൽ കംപ്രഷൻ, ക്യാരക്ടർ ഡിസ്പ്ലേസ്മെന്റ്, ഇതെല്ലാം വരുന്ന പലപ്പോഴും ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഇതിന്റെ ഓപ്ഷൻ കൂടെ ചേർത്ത് വരും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതിനുശേഷം പ്രാക്ടീസ് ടെസ്റ്റിൽ അതിലുള്ളതും എല്ലാം കൂടെ ഇട്ട് നമുക്ക് സമയമുള്ളതനുസരിച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്താം. ഓക്കെ, then following is the diagram of 3 idealized survivorship curve individuals. വളരെ സിമ്പിൾ ആണ്. Find the correct match between the group of animals and the respective survivorship curve. 2014 ജൂണിലാണ്, എനിക്ക് തോന്നുന്നു വി പാർട്ടിലാണെന്ന് തോന്നുന്നു. അപ്പൊ ദയവേത് തെറ്റിക്കരുത്. First one. Mammals. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? കറക്റ്റ് ആണ്, മനസ്സിലാക്കിയാണല്ലോ പറഞ്ഞത് അല്ലേ? റെസ്പെക്റ്റീവ്ലി എന്നാണ് കൊടുത്തിരിക്കുക അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ദെൻ ഇതുപോലെ ആലോചിച്ചെന്ന് പറഞ്ഞേ. ദെൻ which of the following trait set characterizes best a R-selected species? വെരി ഗുഡ്. ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി ആൻസർ പറഞ്ഞു. ഇനി ആർക്കെങ്കിലും എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ചോദിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം എല്ലാവരും. ഓക്കെ, ദെൻ ഇതുപോലെ ആലോചിച്ച് പറഞ്ഞേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജീസ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ്? Large clutch size. 1, 2, 3, 4. 3. 4. 3 or 4? 4. വെരി ഗുഡ് അല്ലേ? ഷോർട്ട് ജനറേഷൻ ടൈം അല്ലേ? ഒരെണ്ണം തെറ്റിയാൽ പോയി. കാര്യം നമ്മളിപ്പോ എടുക്കുന്ന ഏരിയ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്. നമ്മൾ ഏത് ചോദിച്ചാലും എഴുതത്തക്ക രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആ ഏരിയയിലോട്ട് തെറ്റിച്ചാൽ അത് പ്രയാസമാണ്. ആലോചിച്ച് മനസ്സിലാക്കി പറയണം കേട്ടോ. Then a species whose life history strategies allow for high intrinsic rate of increase are strategies will also exhibit the following except, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നോട്ട് ട്രൂ, എക്സെപ്റ്റ്, ഇതൊക്കെ വരുന്ന ഇസ് ഡേഞ്ചറസ്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. എക്സെപ്റ്റ് ഇത് 2017 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആർ സ്ട്രാറ്റജിസിന്റെ, ആർ സെലക്ടഡ് സ്പീഷീസിന്റെ ആണ് കൊടുത്തിട്ടുള്ളത്. എക്സെപ്റ്റ് very good, nice. So now you got this concept, I think. Nice. ഇതും കൂടെ ഒന്ന് വായിക്കുക. ഇത് സി പാർട്ടില് ചോദിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ചിലത് അനലിറ്റിക്കൽ ചോദിക്കും. അത് ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആൻസർ ചെയ്യാം. ബിക്കോസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കിയാണ് പഠിച്ചിട്ടുള്ളത്. There are 3 species of frogs, A, B and C.
Species A does not provide parental care for its eggs and larvae. Species B is subjected to predation by a predator that selectively feeds only on small-sized larvae. Species C faces progressively decreasing opportunities for breeding with the increasing age, assuming that resources available for reproduction are similar for A, B, and C. എല്ലാത്തിനും ഫുഡൊക്കെ ഈ പറഞ്ഞുള്ള എല്ലാ റിസോഴ്സ് എല്ലാം ഒരേപോലെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ which of the following strategies would have been favored? ഇത് സി പാർട്ടിലെ 2014 ജൂണിൽ ചോദിച്ചാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള ഇതും അതുപോലെ ഗ്രാഫ് എന്നൊക്കെ ചോദിക്കും. ഈ കൺസെപ്റ്റ് മിക്കവാറും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഇതെല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. ഇത് തെറ്റിക്കരുത്. Read the question well. ഒന്നാമത്തെ ചോദ്യം ആദ്യ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ സ്റ്റഡി ചെയ്യുക. 3 സ്പീഷീസ് ഉണ്ട്. സ്പീഷീസ് ഓഫ് ഫ്രോഗ് ഉണ്ട്, എ, ബി, സി. ഓരോന്നിന്റെ പ്രത്യേകത എന്താണ്? സ്പീഷീസ് എ ഡസ് നോട്ട് പ്രൊവൈഡ് പാരന്റൽ കെയർ ഫോർ ഇറ്റ്സ് എഗ്സ് ആൻഡ് ലാർവ എന്ന് പറയുമ്പോൾ തിരിച്ച് ചിന്തിക്കണം. സ്പീഷീസ് എ ഡസ് നോട്ട് പ്രൊവൈഡ് പാരന്റൽ കെയർ എന്ന് പറയുമ്പോൾ ഇനി സ്പീഷീസ് ബി ഈസ് സബ്ജക്ട് ടു പ്രിഡേഷൻ. സ്പീഷീസ് ബിക്ക് ഒരു പ്രിഡേറ്റർ ഉണ്ട്. ആ പ്രിഡേറ്റർ ഈ സ്പീഷീസിനെ എങ്ങനെയാണ് പിന്നെ ബാധിക്കുന്നത്? ആ പ്രിഡേറ്റർ വന്ന് ആരെയാ കഴിക്കുന്നത്? ഈ സ്പീഷീസ് ബിയുടെ സെലക്ടീവ്ലി ഫീഡ്സ് ഓൺലി ഓൺ സ്മോൾ സൈസ്ഡ് ലാർവൈ. അപ്പൊ ബി സ്പീഷീസ് ഓഫ് ഫ്രോഗിന്റെ പ്രത്യേകത എന്താണ്? അതിനൊരു പ്രിഡേറ്റർ ഉണ്ട്. ആ പ്രിഡേറ്റർ ബി സ്പീഷീസിന്റെ എന്തിനാണ് പിന്നെ ആ പ്രിഡേറ്റർ എങ്ങനെയുള്ള പ്രിഡേറ്റർ ആണ് ഇതിന് ഉള്ളത്? ദാറ്റ് സെലക്ടീവ്ലി ഫീഡ്സ് ഓൺലി ഓൺ സ്മോൾ സൈസ്ഡ് ലാർവൈ. സ്പീഷീസ് സി ഫേസസ് പ്രോഗ്രസീവ്ലി ഡിക്രീസിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ബ്രീഡിംഗ് വിത്ത് ഇൻക്രീസിംഗ് ഏജ്. ഇൻക്രീസിംഗ് ഏജ് അങ്ങോട്ടും ആകും തോറും അതിന് എന്ത് സാധിക്കില്ല? ഡിക്രീസിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ബ്രീഡിംഗ്. അങ്ങനെയാണെങ്കിൽ അസ്യൂമിങ് ദാറ്റ് ഇത് ഈ പറഞ്ഞ എല്ലാത്തിനും ഒരേപോലെ റിസോഴ്സസ് കിട്ടുന്നു, ആർ സിമിലർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രാറ്റജീസ് വുഡ് ഹാവ് ബീൻ ഫേവേർഡ്? ഈ എക്കും ബിക്കും സിക്കും ഏത് സ്ട്രാറ്റജിയാണ് താഴെ പറയുന്നതിൽ ഏതാണ് അതിനെ ഫേവർ ചെയ്യുന്നത്? ഒന്ന് നോക്കാം. എ ഷുഡ് പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് സ്മോൾ സൈസ്ഡ് ഓഫ്സ്പ്രിംഗ്. A should produce large number of small sized offspring. B should produce a number of large sized offspring. She should breed earlier in life. അടുത്തത് എല്ലാം ഒന്ന് വായിച്ചു നോക്കി. Fourth one. A should produce small number of large size offspring. എന്താണ് ഈ ഫോർത്ത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? എയുടെ കാര്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ ഡസ് നോട്ട് പ്രൊവൈഡ് പാരന്റൽ കെയർ ആണെങ്കിൽ എ എന്ത് ചെയ്യണം? പാരന്റൽ കെയർ ഷോ ചെയ്യുന്നില്ല. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ ആ സ്പീഷീസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? കൂടുതൽ എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യണമോ അതോ കൂടുതൽ ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യണോ കുറച്ച് ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യണോ? പാരന്റൽ കെയർ ഇല്ല. കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം തന്നല്ലോ. ഇങ്ങനെ ആലോചിക്കുക. ഈ തന്നിട്ടുള്ളതിലെല്ലാം അതല്ലേ. ഇനി ബി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബി എന്താണ്? സ്പീഷീസ് ബി സബ്ജക്ട് ടു പ്രിഡേഷൻ ബൈ എ പ്രിഡേറ്റർ ദാറ്റ് സെലക്ടീവ്ലി ഫീഡ്സ് ഓൺലി ഓൺ സ്മോൾ സൈസ്ഡ് ലാർവൈ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിക്ക് ഫേവർ ആയിട്ട് വരുന്നത് എന്തായിരിക്കും ശരിക്കും?
ബി എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? Small size of ബി ഷുഡ് പ്രൊഡ്യൂസ് Yes, sir. സ്മോൾ നമ്പർ ഓഫ് ലാർജ് സൈസ് Okay. ഓഫ് അല്ലേ? കിട്ടിയില്ലേ? ഓക്കെ, ബി ഈസ് സബ്ജക്റ്റഡ് ടു ബി സ്പീഷീസ് ഓഫ് ഫ്രോഗിന് പ്രൊഡേറ്റർ ഉണ്ട്. ആ പ്രൊഡേറ്റർ ഈ ബി സ്പീഷീസിനെ എങ്ങനെയാണ് ഉപദ്രവിക്കുന്നത്? ദാറ്റ് സെലക്ടീവ്ലി ഫീഡ്സ് ഓൺലി ഓൺ സ്മോൾ സൈസ്ഡ് ലാർവേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി ഷുഡ് പ്രൊഡ്യൂസ് എന്താ? Large. സ്മോൾ നമ്പർ ഓഫ് ലാർജ് സൈസ്ഡ് ഓഫ്സ്പ്രിംഗ് അല്ലേ? മനസ്സിലാകുന്നോ? അപ്പൊ സി എന്താ പറയുന്നത്? സ്പീഷീസ് സി ഫേസസ് പ്രോഗ്രസീവ്ലി ഡിക്രീസിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ബ്രീഡിംഗ് വിത്ത്. അപ്പൊ ഏജ് ആകും തോറും അതിന് ബ്രീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? സി ഷുഡ് ബ്രീഡ് Early life. അതാ പറഞ്ഞത്. മനസ്സിലായോ? First one. ഫസ്റ്റ് ആണ് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ചില പൂർവ്വം ചില ക്വസ്റ്റ്യൻ വരും. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് ചെയ്യണം കേട്ടോ തന്നെ. അപ്പൊ ഇത് ഇങ്ങനെ സി പാർട്ടിൽ ചിലപ്പോ ഇങ്ങനെയുള്ളത് വരും. അല്ലാതെ നമ്മൾ ഈ കണ്ടതുപോലെ എല്ലാം വളരെ എളുപ്പം തന്നെയാണ്. ഇത് എളുപ്പം തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഇൻ ദ ലൈഫ് ഹിസ്റ്ററി എവല്യൂഷൻ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കരുത്. ഞാൻ സമയം തരാം. In life history evolution, there is generally a trade-off, it's a compromise between the size and number of offsprings produced. Some conditions are listed below. Number of progeny law, provision of parental care, high mortality during predators preference for larger size prey. What are the above two conditions that would favor the production of a small number of large sized offspring? ഇത് 2014 അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, സി പാർട്ടിലുള്ള 2014. അപ്പൊ ഇതിപ്പോ അടുത്ത കാലത്ത് ചോദിച്ചാലും ഈ പോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അങ്ങനെയുള്ളത് ചോദിക്കാനുള്ളൂ അവർക്ക്. കാര്യം കണ്ടീഷൻ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കാര്യങ്ങളെല്ലാം. ഇപ്പൊ ഏതാ? വെരി ഗുഡ്, വെരി ഗുഡ്, നൈസ്. ആർക്കെങ്കിലും സംശയമുള്ള ഇല്ല അല്ലെ? അപ്പൊ നിങ്ങൾക്ക് കൺസെപ്റ്റ് എല്ലാം പിടികിട്ടിരിക്കുക. അപ്പോ ഈ ലാർജ് ശരിക്കും മാമൽസ് എല്ലാം ഏതാ? മാമൽസ് പോലുള്ള ഇതൊക്കെ കെ സെലക്ട്. അപ്പൊ കെ സെലക്ട് സ്പീഷീസിന് കണ്ടീഷൻ മനസ്സിലാക്കുക. സൈസ് വലുതാണ്, ഓസ്പ്രിങ്സ് കുറവായിരിക്കും കൂടുതലായിരിക്കുമോ? കെ സെലക്ടിന് ഓസ്പ്രിങ്സ് ചെറുതായിരിക്കുമോ വലുതായിരിക്കുമോ? കമ്പാരിറ്റീവ്ലി വലുതായിരിക്കും. ഇതിങ്ങനെയുള്ള എല്ലാം ഞാൻ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ തന്നിട്ടുള്ളതിലേ ചോദിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നെറ്റിന് ബി പാറിലോ സി പാറിലോ ഒരു മാർക്ക് ഇതിന് നിങ്ങൾക്ക് ഉറപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് കൺസെപ്റ്റും ഏതാണ് നിങ്ങൾക്ക് പിടികിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്. Thank you.